ഇതിനോടകം ഞാൻ പറഞ്ഞു ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇത്തരം പല എക്സാംസുകളും പലരും അറിയാതെ പോകാറുണ്ട്. PSC നോട്ടിഫിക്കേഷൻ ഒന്നും പണ്ട് അത്രത്തോളം എന്തായിരുന്നില്ല, ആക്സസിബിൾ ആയിരുന്നില്ല. ഇന്ന് എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ കഴിഞ്ഞ ഏതൊരാളുടെയും സ്വപ്നമാണ് KSEB സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ RRB റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ള കാര്യമാണ് KSEB സബ് എഞ്ചിനീയർ എപ്പോൾ സംഭവിക്കും. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം KSEB എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നടന്ന സമയത്ത് ഏറ്റവും മികച്ച റിസൾട്ടും അതേപോലെ യൂട്യൂബിലൂടെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും KSEB സബ് എഞ്ചിനീയറിനെ കുറിച്ചുള്ള എൻക്വയറീസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ KSEB സബ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ എക്സാം റിലേറ്റഡ് ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ഈ എക്സാം എപ്പോൾ നടക്കാനാണ് സാധ്യത, എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ട്, എത്രത്തോളം വേക്കൻസി ഉണ്ട്, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ മുഴുവൻ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ BTech ഫൈനൽ ഇയർ, ഡിപ്ലോമ ഫൈനൽ ഇയർ പഠിക്കുന്ന ആളുകളും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷനിൽ ഞാൻ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, നിലവിലുള്ള ആക്റ്റീവ് റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഈ ഒരു ആക്റ്റീവ് റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം ആളുകൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, ലിസ്റ്റിൽ കയറാൻ എത്രത്തോളം മാർക്ക് വേണം, അതേപോലെ ഈ ലിസ്റ്റിൽ എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ടാവും. അതേപോലെ ഒരു റിസൾട്ട് അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിൽ എത്ര മാർക്ക് വരെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ജോലി ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കി വെക്കണം. അതേപോലെ എക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷൻ, അതായത് ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി നമുക്ക് എപ്പോൾ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട്, അതായത് എപ്പോഴാണ് KSEB സബ് എഞ്ചിനീയറിന് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ആക്റ്റീവ് റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് തന്നെയാണ് അല്ലേ. അപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വന്നിട്ടുണ്ടായിരുന്നത് 29/11/2023 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ അഡ്വൈസ് ഇപ്പോൾ നിലവിൽ തന്നെ 665 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ റാങ്ക് ലിസ്റ്റിൽ 785 വരെയായിരുന്നു. ഇവിടെ 665 അഡ്വൈസുകൾ ഇതിനോടകം പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റിങ്ങൾ ലഭിക്കാൻ പോകുന്നത് KSEB സബ് എഞ്ചിനീയർ പോസ്റ്റിലൂടെ തന്നെയായിരിക്കും. നല്ലൊരു പോസ്റ്റാണ് കേട്ടോ KSEB സബ് എഞ്ചിനീയർ പോസ്റ്റിൻ്റെ പ്രത്യേകത. കേരളത്തിൽ എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റേഷൻസുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജോലി നിങ്ങളുടെ നാട്ടിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് KSEB സബ് എഞ്ചിനീയർ സൈറ്റിൽ വന്ന ആളുകൾക്ക് അവരുടെ നാട്ടിൽ അല്ലെങ്കിൽ അവരുടെ ജില്ലകളിലാണ്, കുറച്ച് പേർക്കൊക്കെ മാറി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇൻ ഫ്യൂച്ചറിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ളത്. സോ അത്തരത്തിൽ കേരളത്തിലെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് ലഭിക്കാവുന്ന മികച്ച ജോലികളിൽ ഒന്നായിട്ടുള്ള KSEB സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് 665 ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. ഏതൊരു എക്സാം ആണെങ്കിലും, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും, ഇലക്ട്രിക്കൽ എക്സാംസുകൾ പലപ്പോഴും അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാട് വലിയ നമ്പറൊക്കെ വരുമെങ്കിലും പ്രിപ്പറേഷൻ ചെയ്ത് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഞാൻ കഴിഞ്ഞ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം 7,900 പേര് മാത്രമായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, 7,900 സ്റ്റുഡൻസ് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു 10% ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 665 ആളുകളുണ്ടെങ്കിലും ഈ ഒരു എക്സാമിന് ഒരു പക്ഷേ സീരിയസ് ആയിട്ട് പഠിച്ച ആളുകൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു 3000-ൻ്റെയും 4000-ൻ്റെ ഇടയിലുള്ള ആളുകൾ മാത്രമേ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. എഴുതിയ ആളുകളുടെ എണ്ണമല്ല ഞാൻ പറയുന്നത്, സീരിയസ് ആയിട്ട് ഈ എക്സാം ഒന്ന് ക്രാക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള. അപ്പോൾ ആ ഒരു നമ്പറിൽ 665 അഡ്വൈസ് എന്ന് പറയുമ്പോൾ അതൊരു ബിഗ് നമ്പർ തന്നെയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ എക്സാമിന് കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KSEBയുടെ സബ് എഞ്ചിനീയർ പോസ്റ്റ് ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യം ഷുവറാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രോബ്ലം കൃത്യമായിട്ട് സോൾവ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അതിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ പോലും നിങ്ങൾക്കൊരു മാർക്ക് വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ അതിലെ എഫേർട്ട് എടുക്കുക തന്നെ വേണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള PSCയുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഡേറ്റ് 29/11/2023 ബ്രോട്ട് ഇൻ ഫോഴ്സ് എഫക്ട് ഫ്രം 29/11/2023. ഈ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് 941 ആളുകളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൻ്റെ കാര്യമായിട്ട് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 941 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് വന്നിട്ടുണ്ട്, മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതേപോലെ കട്ട് ഓഫ്
വന്നിരിക്കുന്നത് 56.6 ആണ്. മെയിൻ ലിസ്റ്റിലെ കട്ട് ഓഫ് 56.6 ആണ്. ഇതിലെ ടോപ്പർ മാർക്ക്, എക്സാമിൽ വന്നിരിക്കുന്ന ടോപ്പർ മാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് റാങ്ക് ഹോൾഡറിനെക്കാട്ടിലും മാർക്ക് വന്നത് സെക്കൻഡ് റാങ്ക് ഹോൾഡറിനാണ്. ഇന്റർവ്യൂവിലെ വ്യത്യാസം കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് 82 മാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്കായിട്ട് വന്നിരിക്കുന്നത് 82 മാർക്സ് ആണ്. അപ്പോൾ 82 മാർക്സ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, ഹയസ്റ്റ് മാർക്കായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ എക്സാം എന്ന് പറയുന്നത് ഒരു ഹൈ സ്കോറിംഗ് എക്സാം ആയിരുന്നില്ല എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് 56.6 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ടോപ്പ് സ്കോർ ഞാൻ പറഞ്ഞു 82 ആണ്. ആൻഡ് അഗെയിൻ സേഫ് സ്കോർ എന്ന് പറയുന്നത്, അതായത് നിലവിലെ ലിസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് 65 അതിൽ കൂടുതലുള്ള എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. 65 അല്ല 60-ന് മുകളിലേക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സേഫ് സ്കോർ ആയിട്ട് 65 മാർക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് 65 എന്ന് പറഞ്ഞ ഒരു സേഫ് സ്കോറിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അഡ്വൈസ് കിട്ടും. ഈ റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് വന്നുള്ള ബെനിഫിറ്റ് എന്താ അറിയോ, ഏറ്റവും നല്ല റാങ്ക് വന്നുള്ള ബെനിഫിറ്റ് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടും. റാങ്ക് ലിസ്റ്റിൽ പിന്നോട്ടായി കഴിഞ്ഞാൽ ജോലി കിട്ടാനൊക്കെയുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. പക്ഷേ എങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് ഡിലേ വരാറുണ്ട്. സോ ആ ഡിലേ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട നല്ല സ്കോറിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ നല്ല സ്കോറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതിനോട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ KSEBയുടെ സബ് എഞ്ചിനീയറിൽ എൻട്രിയോടൊപ്പം ഇപ്പോൾ സബ് എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എൻട്രിയോടൊപ്പം പഠിച്ചുകൊണ്ട് ഇന്ന് KSEBയിൽ സബ് എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് മുഖങ്ങളാണ് ഞങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ അത്രത്തോളം ആളുകൾ എൻട്രിയെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്തവണയും നിങ്ങളിലൂടെ ഒരു വലിയ ജൈത്രയാത്ര തന്നെയാണ് KSEB സബ് എഞ്ചിനീയറിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും മികച്ച ഡിസിഷൻസിൽ ഒന്നായിരിക്കും KSEB സബ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ KSEB സബ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ട് ഇത്രത്തോളം നേരത്തെ ഒരു പ്രിപ്പറേഷനിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിപ്ലോമ ഹോൾഡേഴ്സ് വിൽ ട്രൈ ഫോർ ദിസ് എക്സാം. ഓക്കെ, ഒരുവിധ എല്ലാ ഡിപ്ലോമ ഹോൾഡേഴ്സും ഇലക്ട്രിക്കൽ ആണെങ്കിലും അതേപോലെ തന്നെ ഡിപ്ലോമ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആയി കഴിഞ്ഞ ആളുകളും ഇതിനു വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക തന്നെയും. കാര്യം ഇലക്ട്രിക്കൽ എടുക്കാനുള്ള ചില ബ്രാഞ്ചസ് എടുക്കാനുള്ള നമ്മളൊരു എന്താ പറയുക ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. എന്താണ് പ്രധാനപ്പെട്ട റീസൺസിലൊന്ന്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തത് പോലും ഒരുപക്ഷെ KSEB സബ് എഞ്ചിനീയർ പോലുള്ള പോസ്റ്റുകൾ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും. സോ അത് തന്നെയാണ് ഒന്നാമത്തെ റീസൺ. അപ്പോൾ അത്രയും അധികം ആളുകൾ എഫേർട്ട് എടുത്ത് പഠിക്കാൻ പോകുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് അവസാനത്തെ 100 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ട് നിങ്ങൾ കാണരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി നേരത്തെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ഹൈ തന്നെയാണ്. കാര്യം ഇതിനോടകം ഞാൻ പറഞ്ഞു ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ ഓൺലൈൻ്റെ ഒരു എഫക്റ്റ് വന്നു തുടങ്ങിയത്. അതായത് ഇത്തരം പല എക്സാംസുകളും പലരും അറിയാതെ പോകാറുണ്ട്. PSC നോട്ടിഫിക്കേഷൻ ഒന്നും പണ്ട് അത്രത്തോളം എന്തായിരുന്നില്ല, ആക്സസിബിൾ ആയിരുന്നില്ല. ഇന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻട്രിയിൽ സബ് എഞ്ചിനീയർ ആയിട്ടുള്ള ചില ആളുകൾ പറയാന്നുണ്ടെങ്കിൽ അബ്രോഡ് UAE-ലും ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് എൻട്രിയിൽ നിന്ന് പഠിക്കുകയാണ്. ഇത് എൻട്രിയിൽ മാത്രമല്ല, ഞാൻ പറയുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പറേഷൻ നടത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നമുക്കൊരിക്കലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം കിട്ടില്ല. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം. നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ 1 ഇയറിനൊക്കുള്ളിൽ എക്സാം പ്രതീക്ഷിച്ചെടുത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത ഇത്തവണയും. അതായത് ഒരുപാട് സമയം നിങ്ങൾക്ക് ലഭിക്കില്ല. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാം വരാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഒരു എക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ചെയ്യുന്ന ഡേറ്റ് 26/11/2026 ആണ്. അതായത് നെക്സ്റ്റ് ഇയറിൽ November 26 എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ജാനുവരി ഓർ ഫെബ്രുവരിയിലായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ പറയുന്നുണ്ടെങ്കിലും ഇതിന് മുന്നേ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം കേരള PSC എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മളെ എല്ലാ അർത്ഥത്തിലും ഞെട്ടിച്ചുകൊണ്ട് പലപ്പോഴും നോട്ടിഫിക്കേഷൻസ് വളരെ വേഗത്തിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് 1 ഇയർ മുന്നേ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ട്രെൻഡ് കേരള PSC തുടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡേറ്റ് പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഇതിനേക്കാൾ മുന്നേ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. കേരള PSC എന്ന് പറയുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
ട്രെൻഡ്സ് ഇൻ കേരള PSC എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കണ്ടൊരു വീഡിയോ ആണ്. സോ ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡേറ്റ് നിങ്ങൾ മനസ്സിൽ കാണണം. എന്നിരുന്നാലേ നിങ്ങൾക്ക് ഒരു ഇനഫ് ടൈം നിങ്ങൾക്ക് പ്രിപ്പറേഷന് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഡേറ്റിന് വേണ്ടി ഒരിക്കലും കാത്തിരിക്കരുത്. നിങ്ങളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ, നിങ്ങളൊരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങളൊരു ഡിപ്ലോമ ഹോൾഡർ ഇലക്ട്രിക്കൽ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുന്ന ഉടനെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ കരിയറിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ഒരുപാട് സമയമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഒരുപാട് മികച്ച കോമ്പറ്റീഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോകുന്നത്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എവറി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വിൽ ട്രൈ ഫോർ ദിസ് എക്സാം. അപ്പോൾ വെറുതെ ഒരുപാട് പേര് വെറുതെ അറ്റൻഡ് ചെയ്യുന്നതിലായിരിക്കും. പക്ഷേ അതിലല്ല ഞാൻ പറയുന്നത്, ഒരു 5000 പേരാണെങ്കിലും അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അതിൽ നിങ്ങൾ എത്തിപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്ക്സിലേക്ക് തന്നെ എത്താനും പറ്റും. അതേപോലെ എത്രയും പെട്ടെന്ന് അഡ്വൈസ് വാങ്ങി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. സോ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരാൾ പോലും മിസ് ചെയ്യരുത്. അപ്പോൾ എൻട്രിയുടെ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇലക്ട്രിക്കൽ കോഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എൻട്രി സബ് എഞ്ചിനീയർ 2.0 എന്ന് പറഞ്ഞുകൊണ്ട്, എൻട്രി KCB സബ് എഞ്ചിനീയർ 2.0 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സബ് എഞ്ചിനീയർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻട്രിയുടെ സബ് എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. KCB സബ് എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 2ാം ഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. പുതിയൊരു എക്സാമും പുതിയൊരു റാങ്ക് ലിസ്റ്റും ഒരുപാട് പുതിയ ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങളൊരു ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അത് എൻട്രിയോടൊപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.